ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് രാവിലത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഈസ്റ്റേൺ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസാണ്, ഹരിപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ചെമ്മരിയാടുകളൊക്കെ പോകുന്നതാ. പുറത്ത് കുറേ ചെമ്മരിയാടുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ അപ്പുറത്തൂടെ ഏതോ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആട്ടോ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പം നിറയെ മിലിറ്ററി വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു ആ വഴി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ആരുഷിയാണ് കേട്ടോ ഈ ഒരു കാഴ്ചയും കണ്ട് അങ്ങനെ നിൽക്കുന്നത്. ആരുഷി വിചാരിച്ചത് ഈ വണ്ടികളെല്ലാം യുദ്ധത്തിന് പോവാണെന്നാ. ആണോ? ഇങ്ങോട്ട് നോക്ക്. അത്രയാ വണ്ടി പോകുന്നുണ്ടോ? ഇത്ര വണ്ടി പോകുന്നുണ്ട്, ഇനിയും പോകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കാർഗിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി ഹോട്ടലാട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ അടിപൊളി പൂവാണത്. അവിടേക്കതാ റോസൊക്കെ വല്ല ബോഗൺവില്ല പോലെയാണ് നിൽക്കുന്നത്. ആപ്പിളൊക്കെ ഉണ്ടായി കിടക്കുന്നത്. പിന്നെ റോസ് പേരയ്ക്കൊക്കെ ഉണ്ടായി കിടക്കുന്ന പോലെ ഉണ്ടായി കിടക്കുന്നല്ലേ. അപ്പോൾ ഈ മുസ്താഖ് ബ്രോ അതാ ലഗേജസ് ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാണ്. തൊട്ടടുത്ത് തന്നെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി. പിന്നെ അത്യാവശ്യത്തിന് മരുന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹായ്, അപ്പം നമ്മളെ ലഡാക്ക് യാത്രേന്റെ 11ാമത്തെ ദിവസമാണ്. ഞങ്ങള് ഏതാ സ്ഥലം പറഞ്ഞ? ഹരിപ്പോറ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ നേരെ കാർഗിലേക്ക് പോവുകയാണ്. ഇപ്പൊ രാവിലെ 10 കഴിഞ്ഞിട്ടുണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. റസ്ക് ഒക്കെ ലൈറ്റ് ആയിട്ട് കഴിച്ച് അല്ലേ, വെള്ളമൊക്കെ കുടിച്ച്. അപ്പം നമുക്ക് വഴിയെ കാണാം അല്ലേ. ഞങ്ങൾ പോകുന്നത് സൈഡിലൊക്കെ നല്ല കാലാവസ്ഥയാണ്. ചെറിയ തണുപ്പും ചെറിയ ചൂടായിട്ടുണ്ട്. ആരുഷി, അവന്തിക, അയ്യരത് അവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, ഇടിച്ച് പൊന്തി വന്ന മലകള് മൊത്തം നല്ല ഹൈറ്റിൽ. എത്ര ഹൈറ്റ് എന്ന് പറയുമ്പോ നല്ല ഹൈറ്റ് അല്ലേ. എന്തോ അവിടെ ആ സമയത്ത് അവിടെ വല്ലതും പുഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതായിരിക്കും ഈ ഉരുളങ്കല്ലുകള്. കടൽവെള്ളം ട്രാപ്പായതാണ്. മറ്റേ ലേക്ക്, പാങ്ങോങ് ലേക്ക് അല്ലേ. ശരിയാ. സാൾട്ട് വാട്ടർ ആണെന്നാ പറയുന്നത്. പോയി നോക്കാം. ഇതിപ്പോ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. ബാക്കിലൊക്കെ അല്ലേ. അതെ, അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് പോവാനുള്ള. 371 അപ്പൊ നമ്മള് ഇനി പോവാണ്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ വിശക്കുന്നു പറഞ്ഞപ്പോ എന്തായാലും ബ്രെഡും ജാം എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കട്ട വെയിറ്റിംഗിലാണ് അല്ലേ. ചിരിക്കാനൊന്നും വയ്യ, ചുണ്ടൊക്കെ ഒരുമാതിരി ഉണ്ട്. ആരുഷിക്ക് ഞാൻ തേച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും ഡ്രൈ ആണ്. അപ്പം ബ്രെഡ് കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞാ ഇനി വേണോ? ഉണ്ടാക്കി തരാം. വെൽക്കം ടു അതൊക്കെ നോക്കട്ടെ. സോനാമാർഗ് ടണൽ. ടണൽ തുടങ്ങുക. നമ്മളിത് ഈ മല കേറുകയാണ്. ഇത് എവിടെയാണ് സ്ഥലം എത്തിയത്? നമ്മള് സുജില പാസ് ടണൽ, സോനാമാർഗ് ടണൽ അല്ലേ. ടണലിലേക്കുള്ള പുതിയ റോഡാന്ന് തോന്നുന്നു. പഴയ റോഡ് ഗൂഗിൾ മാപ്പിൽ പഴയ റോഡ് താഴെ കൂടെ കാണിക്കുന്നത്. ഗൂഗിൾ അമ്മച്ചിക്ക് തെറ്റി പോയിട്ടുണ്ട്. അമ്മച്ചി റോഡ് ഉണ്ടാക്കിയത് അറിഞ്ഞില്ല. എന്തായാലും നല്ല ഹൈറ്റിലാണിത്. ഇവിടെ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നമ്മള് സോനാമാർഗ് ടണലിന്റെ അടുത്താണ്. വ്യൂ പോയിന്റ്, നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് കാണിച്ച. അപ്പൊ അതേ നമ്മളെ വ്യൂ കണ്ടില്ലേ. ഇതാണ് നല്ല വ്യൂ ആയിട്ട്, അടിപൊളിയായിട്ട്. നല്ല തിരക്കാണ്.
ടണലിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ അവിടെ ടോയ്ലറ്റിൽ പോകാണ്ടെങ്കിലൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയത് മക്കൾക്കൊക്കെ പോകാനുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതേ നമ്മളിതാ സോനാമാർഗ് ടണലിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് ഗാന്ദർബാൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലുള്ള ഗഗൻഗീർ എന്ന് പറഞ്ഞ സ്ഥലവും സോനാമാർഗും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റോഡ് ടണലാണ്. ഇത് ഒരു 2 ലൈൻ നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ഇത് 2025 ജനുവരിയിലാണ് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായിട്ട് തുറന്നു കൊടുത്തത്. നല്ല തിരക്കുണ്ട്, കുറെ ടൂറിസ്റ്റുകളും ഉണ്ട് അല്ലേ? ഈ ടണലായിരുന്നോ നമ്മള് പറഞ്ഞത്, ഏട്ടൻ പറഞ്ഞത്? അടൽ മറ്റേ ബ്രിഡ്ജ് അല്ലായിരുന്നോ? അല്ല, ടണലിന്റെ പേരും അതന്നെയാ. തിരിച്ചു വരുമ്പോ ഇറങ്ങുന്നു പോന്ന കണ്ടാ ടണൽ നോക്ക്. നമ്മളിപ്പോ എത്ര ടണലിലൂടെയാണല്ലേ പോയത്. ഇവിടേക്ക് കേറിയപ്പോ കൊറേ ടണൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഗോവ എത്തുന്ന വരെ 2 ടണലിൽ കേറിയിട്ടുണ്ടായിരുന്നു. നിങ്ങളപ്പോ ഉറങ്ങുകയല്ലായിരുന്നോ? 2 ടണൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ടണലുകളാ ഇവിടെ മൊത്തം. സൂപ്പർ വ്യൂ ആണ്. ടണലിന്റെ പുറത്തേക്ക് വരുമ്പോ ടണലിന്റെ പുറത്തേക്ക് വരുമ്പോൾ വ്യൂ നോക്ക്. മഞ്ഞത് അടുത്ത്. മഞ്ഞ അടുത്തെത്തി. വിഷയം ഹാപ്പി ആയോ? എത്ര ഇതിലൊക്കെ സഫാരി ചെയ്യാനായിരിക്കും കുതിരകള്. വീഡിയോ എടുക്കാനായിരിക്കും. നമ്മളിനി മഞ്ഞത്തേക്ക് പോകുന്ന അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി. അവിടെ സോനാമാർഗിൽ മുസ്താഖ് ബ്രോ ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട്. അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി. ഇപ്പോൾ ഇവിടുത്തെ ഭംഗി കണ്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് മഞ്ഞുമലകളും. അത് ഈ ഫോണിൽ എത്രത്തോളം ഭംഗി വരുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. കുറേ ടൂറിസ്റ്റുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും അടുത്ത് ഇപ്പോഴാണ് ഒരു മഞ്ഞുമല കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. താഴെ ഗ്ലേഷ്യേഴ്സിലേക്ക് പോകാനുള്ള ഹോഴ്സ് റൈഡ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുതിരകൾ കുറേ ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്നപ്പോഴാണ് മനസ്സിലായത്, നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. നല്ലൊരു ഏരിയ ആണല്ലോ റീൽ എടുക്കാൻ പറ്റും. എവിടെ കുതിരയാ കൊണ്ടുപോവാ? നമുക്ക് വണ്ടിയിലെ ബാക്കിലൊക്കെ കെട്ടി വെച്ച് കൊണ്ടായാലോ? സ്കൂളിൽ പോകുമ്പോ അതില് പോവാ. അയ്യാൻ കേറുമ്പോ നോക്കി കേറണം കേട്ടോ. അവിടെ ഇവിടെ അടിക്കാൻ നോക്കി കാണായിട്ട് അപ്പന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ചെയ്തു. വിളിക്കാൻ യാതൊരു വഴിയില്ല. നിങ്ങൾ കണ്ടില്ലേ വരുന്നത്? അത് ശരി. ഓ, എങ്ങനെ നോക്കുമ്പോ കൊറേ കൈകൾ ഇങ്ങനെ കാണുന്നു. നല്ല സോനാമാർഗ്. അതെ, അത് നോക്ക് മഞ്ഞ്. മക്കൾക്ക് ഏതായാലും സന്തോഷമായി. ചിത്രം അടുത്ത് കണ്ടപ്പോഴേ നല്ല സന്തോഷമായി മക്കൾക്ക്. നിറയെ കുതിരകളുണ്ട് അവിടെ. ജലദോഷം മാറി. അവിടെ നിന്ന് ഇറങ്ങി സോനാമാർഗ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ ചിക്കനും വേണ്ട പച്ചക്കറിയൊക്കെ വാങ്ങി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ഥലം നോക്കി നടക്കുന്ന പണിയാണ്.
ഏതോ ഒരു സ്വർഗത്തിലൂടെ പോകുന്ന പോലെ തോന്നും. രണ്ട് സൈഡിലും നല്ല അവിടെ കണ്ടില്ലേ മഞ്ഞുമലകളൊക്കെ അടുത്തായി വന്നിട്ടുണ്ട് നമ്മളെ. മഞ്ഞില് കളിക്കണം നമുക്ക്. പക്ഷെ ഫസ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാണ്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നിർത്തണം. അവേ ചിക്കൻ കിട്ടിയിട്ടുണ്ട്, അപ്പൊ നല്ല ബിരിയാണി ഉണ്ടാക്കണം. കൊറേ ദിവസമായിട്ട് കഞ്ഞി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടേ ബിരിയാണി കേൾക്കുമ്പോ തന്നെ കൊതി വരുന്നുണ്ട്. ചിക്കൻ എങ്ങനെയാ നമ്മള് എല്ലാം കിട്ടുന്നുണ്ട്. അതല്ല റേറ്റ് ഒക്കെ എങ്ങനെയാ ഇവിടെ? റേറ്റ് നമ്മളെ തിരുവനന്തപുരത്തെ റേറ്റ് ഒക്കെ തന്നെ. ഇറച്ചി 280, ശരി. ലൈവ് കോഴി 170. ഓ മഞ്ഞ് കാണിച്ചിടാം ഒരു മിനിറ്റ്. മഞ്ഞ് പോകും കാണിച്ചിടാം. ഇതാ മഞ്ഞ് മഞ്ഞ് മഞ്ഞ്. അവർക്ക് ലിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞ മിലിറ്ററി മാനെ കൊണ്ടുപോകുന്നത്. നമുക്ക് സ്ഥലം കാണിച്ചു തരാം. വിത്ത് AK-47. കുക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം വല്ലതും ഇവിടെ അടുത്തുണ്ടോന്ന് മിലിറ്ററിക്കാരോട് ചോദിച്ചതാണ്. അപ്പൊ അവര് ലിഫ്റ്റ് തരുമെന്നും പറഞ്ഞിട്ട് സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോരുകയാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഇറക്കി കൊടുത്തു. നമ്മള് എന്നിട്ട് പോകും. അപ്പോൾ നമ്മള് കുക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ചിക്കനൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുക്ക് ചെയ്യാതെ പിന്നെ പോയാൽ ശരിയാവും. അങ്ങനെ നോക്കിയപ്പോൾ പാലത്തിൻ്റെ അടിയിൽ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിറയെ കുതിരച്ചാണകം. പിന്നെ പറ്റുന്ന ഒരു സ്ഥലം നോക്കി നിർത്തി. ആദ്യം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, പിന്നെ പണിയാവല്ലോ എന്ന് വിചാരിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചു. രണ്ടുപേരെടുത്തും കുക്കറുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് 2 കുക്കറുണ്ടായിരുന്നു. ഒന്നിൽ ചിക്കൻ കറിയും ഒന്നിൽ നെയ്ച്ചോറും ഉണ്ടാക്കാം. അവരും അതേപോലെ അവരെ കുക്കറിൽ നെയ്ച്ചോറുണ്ടാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തത്. അവരത് ആ തൂണിൻ്റെ അവിടെ പില്ലറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വണ്ടീൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ വെച്ചത്. പക്ഷെ എന്താ ഈ തണുപ്പത്തായിട്ടാന്ന് തോന്നുന്നു ഇത് കുക്കർ വിസിലടിക്കുന്നില്ല. ഭയങ്കര പാടായിരുന്നു കേട്ടോ. നമ്മളെ കൂടെയുള്ള കൂട്ടുകാരൻ്റെ പേര് മുസ്താഖ് എന്നാണ്. അവരെ വൈഫിൻ്റെ പേര് ഹന്ന. ഹന്നേൻ്റെ അനിയനും ഉണ്ട് മനു. പിന്നെ മുസ്താഖിൻ്റെ പെങ്ങളെ മോൻ നിതു ഉണ്ട്. ഇവർക്ക് ഹന്നയ്ക്കും മുസ്താഖിനും ഒരു ചെറിയ മോനാട്ടോ, 4 വയസ്സായത്. അവൻ്റെ പേര് യസു എന്നാട്ടോ അവനെ വിളിക്കുക. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അതിന് കുറേ നേരം അവിടെ നിന്ന് മക്കളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറായിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയൊക്കെ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുത്തെ കുക്കറിൽ നെയ്ച്ചോറ് വെച്ച് രാത്രിത്തേക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അവരെ കുക്കറിലുള്ളതാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വേഗം തിരിച്ചു വിട്ടു. ഇനി നേരെ കാർഗിലേക്കാണ് പോകേണ്ടത്. കാർഗിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാർഗിൽ മെമ്മോറിയൽ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കുക്കർ വിസിലടിക്കാൻ നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനും ലേറ്റായി. ഇതൊന്ന് തണയണ്ടേ ഫുഡ് കഴിക്കണമെങ്കിൽ. പിന്നെ അതേപോലെ പാത്രങ്ങളൊക്കെ കഴുകും വേണം. അങ്ങനെ കുറേ ലേറ്റായി ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ പിന്നെ ഇനി അവിടെ ചെന്ന് കാർഗിൽ മെമ്മോറിയലൊക്കെ കാണാൻ പറ്റുമോ എന്ന് തന്നെയായിട്ടോ ഞങ്ങളെ ചിന്ത. പിന്നെ അതുമല്ല നമുക്ക് അവിടെ നിന്ന് റൂമൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ചെന്നിട്ട് വേണം റൂമൊക്കെ എടുക്കാൻ. ഇപ്പം ഈ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഹൈറ്റുള്ളൊരു വഴിയാട്ടോ. നല്ല ഹൈറ്റാണ് ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പേടിയാവും കേട്ടോ ഈ ഒരു വഴി കാണുമ്പോൾ. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ 3:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3:45 4 മണിക്ക് ആവാനായിരുന്നു. അപ്പോഴേക്കും നല്ല തണുപ്പ് തുടങ്ങി. പിന്നെ എല്ലാവരും സ്വെറ്ററൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. പുറത്ത് ഇങ്ങനെ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല തണുപ്പാണ് അവിടെ. കാറ്റടിക്കുമ്പോഴേക്കും തണുത്ത കാറ്റാണ് വരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് 5 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ലേറ്റായല്ലോ, നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോവാൻ. പിന്നെ പോകുന്ന വഴി എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. രാത്രിയാകുമ്പോൾ ഈ ഹൈറ്റുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ. പിന്നെ ഈ സൈഡിൽ കൂടിയൊക്കെ നിറയെ ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു. നല്ല കുറേ ഉണ്ടായിരുന്നു. ഈ ഹൈറ്റാണെങ്കിലും അവർ ആ മലേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഫോണിലൊക്കെ കണ്ടതും അതേപോലെ ബുക്കിൻ്റെ കവർ പേജിലൊക്കെ കണ്ട കാഴ്ചകൾ ഞങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുകയാണ്. വണ്ടിന്റെ മുകളിൽ ഗ്ലാസ്സിലൊക്കെ വീണാ തീർന്നു. എന്ത് വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. വാട്ടർ ക്രോസിംഗ് അല്ലേ? ഇങ്ങനത്തെ ക്രോസിംഗ് ഉണ്ടെങ്കിലാണ് നമ്മളെ വണ്ടിക്ക് പണി കിട്ടുക. ഇവിടുന്ന് ഒഴുകി വരുന്ന മോളത്തെ മലയിൽ മഞ്ഞൊരുകിട്ട് ഒഴുകി വരിക.
മഞ്ഞുരുങ്ങിയിട്ടുള്ള വാട്ടർ ക്രോസിങ് വരുമ്പോൾ നമുക്ക് അവിടെ ഉള്ള റോഡൊക്കെ പറ്റ മോശമായിരിക്കും. അതാണ് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം. ഇതാ ആയുഷിത അവന്തികത അയ്യാനെവിടെ അയ്യാനെവിടെ ഉണ്ട്. അപ്പം എന്താ ഡാഡി അവിടെ ഡാഡി വണ്ടി ഓടിച്ചേട്ടാ. അതെ ഇവിടെ മഞ്ഞിൻ മലയൊക്കെ അടുത്ത് ആണ്. അതെ തന്നെ കമ്പി ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ച് പോയാലേ പറ്റുള്ളൂ. താഴെ ഉണ്ട് പക്ഷെ അതങ്ങോട്ട് കാണൂല. ഇവിടുന്നൊക്കെ മോളിന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് വീഴുന്നതാ. കല്ലുകൾ ഇങ്ങനെ ഉരുണ്ട് വീണോണ്ടിരിക്കുക. അതാണ് വണ്ടി ഗ്ലാസ്സിലേക്കൊക്കെ വീണ് കഴിഞ്ഞാല് ഏറ്റവും ടോപ്പ് ചെറിയ കല്ല് വീണോ പോകുന്ന വഴിയൊക്കെ എന്തൊരു നല്ല വഴിയാന്നറിയാം. രാത്രിയാവാണെങ്കിലാണ് പണി. ഇതിപ്പോ നല്ല റോഡായിരുന്നു. ഇത് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അതുവരെ വലിയ ഇനി വരുന്ന ഹെയർപിൻ വളവുകളും എന്റെ പൊന്നോ നല്ല ബ്ലോക്കാണ്. അത് അവിടെ ഇങ്ങനെ ബ്ലോക്ക് കിടക്കുന്നുണ്ട്. തിരിച്ചു വരുന്നുണ്ട്. ഗാന്ധിജിന്റെ കണ്ണാടി അവിടെ നോക്ക്. അതിന്റെ ഇടയ്ക്ക് ഈ CRPF മിലിറ്ററിന്റെ ആണ്. എവിടെ മിണ്ടല്ലേ. നമ്മളിത് സോജില പാസ് കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ താഴെയൊക്കെ നല്ല ആഴമാണ്. ഇവിടെ ഒന്നും സൈഡിലൊന്നും ഒരു സംഭവം വെച്ചിട്ടില്ല അവര്. ഇവിടെയൊക്കെ മോശമല്ലേ റോഡ്. ഇത് സോജില പാസ് അല്ലേ? സോജില പാസ്. അവിടെ മഞ്ഞുരുകിട്ട് പോകുന്ന ചളിവെള്ളം. ഗ്ലാസ് പൊടിയാണ്, ഭയങ്കര പൊടി. 5-6 വളവും കൂടെ കഴിഞ്ഞാല് ഇപ്പൊ വീണാൻ തോന്നുന്നില്ല. കല്ല് ഐസാണോ? അറിയില്ല. ഐസാണ്. ഓരോ സ്ഥലത്തും ഓരോ വ്യൂ ആണ്. ഇത് വേറെ ടൈപ്പ് മലകൾ. സോജില പാസ് 11,000 അടിയാണ് ഹൈറ്റ്. 11,600 സംതിങ് ആണ്. പക്ഷെ എന്നാൽ കൂടി ഈ മലേന്റെ മുകളിൽ കൂടെയുള്ള ഈ യാത്ര ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഹൈറ്റാണ് ഇവിടുന്ന് നോക്കുമ്പോൾ. തണുപ്പല്ലാതെ പിന്നെ ചീത്ത നിക്ക്. എന്റെ മേലെ കേക്കല്ലേ. അതിലെ പോ. അവിടെ ഒരാള് വാരും. അതെ അവള് വാരുന്നു. ഞാൻ നിന്നെ നാക്കൂ അച്ഛൻ. കേട്ടാ ചെല്ല അവനെ കൊണ്ട് വാരിച്ചിട്ട് പോവാ. ബ്ലോക്ക് ആവും. നീ കേറ് എനിക്ക് വേണ്ട. നീ കേറ്. വാ ഏട്ടാ വാന്ന്. എവിടെ ആരും ഈ കാണുന്നൊക്കെ ഐസാണ്. ചളി പിടിച്ചടക്കുകയാണെന്നുള്ളു. മുകളില് ക്ലിയർ ആണ്, കഴിക്കാൻ പറ്റും.
അപ്പൊ അവിടെയൊക്കെ നിറയെ ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ഉറുമ്പ് പോലെയല്ല, ഉറുമ്പ് പോകുന്ന പോലെ എന്താ അങ്ങനെ പോകുന്ന വരി. വലിയ ബ്ലോക്കാ, നല്ല ബ്ലോക്കാണ്. വലിയ ലോറികളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഓരോ ലോറി ഓരോ സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ കിടക്കുകയെന്ന് തോന്നുന്നു. കുറെ 2-3-4 ലോറികൾ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കും. ഇതാ ഈ മഞ്ഞ്, ഇതാ ഇത് ചളി പിടിച്ചു കിടക്കുന്നത് മനസ്സിലാവുന്നില്ല, പാറയെന്ന് വിചാരിക്കും, പക്ഷെ മഞ്ഞാണ്. മഞ്ഞാണത്. അതെ കണ്ടില്ല, എവിടെ ഒരു ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്. അത്രയും ഹൈറ്റില് മഞ്ഞാണ്, ഈ കട്ട കാണുന്ന മുഴുവൻ. അങ്ങനെ ഞങ്ങൾ പേടിച്ചൊരു സ്ഥലം അതാ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം പോകുന്നൊരു സ്ഥലത്ത് വഴിയൊക്കെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഇത്രത്തോളം മോശമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതും ഇത്രയും ഹൈറ്റുള്ളൊരു സ്ഥലത്ത്. ബാക്കി വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ഇവിടെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത്. നല്ല ഹൈറ്റുമാണ്, അവിടെ ഭയങ്കര വലിയൊരു കുഴി. ഞങ്ങളെ വണ്ടി അതിൽ പെട്ടു കുടുങ്ങി. ഞാൻ ഇറങ്ങണോ? അവസാനം വണ്ടി പോകുന്നുണ്ടായിരുന്നില്ല, ഹോണടിയോട് ഹോണടി. മുസ്താഖ് ബ്രോ വന്ന് അങ്ങനെ ഡയറക്ഷൻ പറഞ്ഞേരെയാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് വയ്യ. ഇവിടെ ഉണ്ടാവും അല്ലേ, അതെനിക്കത്. അവിടെ മൊത്തം ബ്ലോക്ക് അല്ലെ, വ്യൂ പോയിന്റ് വല്ലതായിരിക്കും, അതാണ് ഇപ്പൊ അങ്ങനെ ബ്ലോക്ക്. അത് നോക്ക്, എന്തോ വേറെ ടൈപ്പ് ചെത്തിയ പോലെ അല്ലേ. എന്താ മല്ല കല്ല് എന്തോ വെച്ചിട്ടുണ്ട് ഇതിന്റെ അല്ലേ, എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടെ. അതിന്റെ ഇടയിൽ കൂടെ ആട് പോകുന്നുണ്ട്, ചെമ്മരിയാടുകൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ KL ടീം കേറി നടന്ന KL ടീം ഫ്രണ്ടിലുണ്ട്, KL ബ്രോസ്. ഓര് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു. വരുന്നുണ്ട് എല്ലാം കൂടെ പോകുന്നത്. നമ്മള് സോജിലയിൽ നിന്ന് പെട്ടെന്ന് വിചാരിച്ചതാ തന്നെ. വലിയ കുഴിയും ഒരു സൈഡ് നിരന്ന റോഡും. നിരന്ന റോഡിനല്ല, അവിടുന്ന് ഓപ്പോസിറ്റ് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇടത് സൈഡിൽ കൂടെ പോകാനും വയ്യ, വലിയ കുഴി. അത് അടി തട്ടുമെന്നുള്ളൊരു പേടി. അപ്പൊ അവിടെ നിർത്തിയപ്പോ പുറകിന്ന് ഹോണടിയോട് ഹോണടി. പെട്ടോന്ന് വിചാരിച്ചേട്ടോ. ശരി, അപ്പോഴേക്കും മറ്റേ കൂട്ടുകാരെ ഓടി വന്ന് അടി നോക്കിയിട്ട് ഏതായാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നോണ്ട് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടു. ആരും നിർത്തി തരുന്നില്ല, അവർക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിട്ടേ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളൊന്നും ഇല്ല. കേറി പോവാം, ഒന്നും ചെയ്യുന്നില്ല. കുറച്ചൊന്നും ടെൻഷനായ തട്ടീന്ന്. മേഘങ്ങൾ മലയുടെ അവിടെ കുത്തി ഒഴുകു നോക്ക്, ഐസ് വെള്ളം. ഐസ് ഇവിടെ ഓട്ടയിൽ കൂടെ കുത്തി ഒഴുകി വരുന്ന വെള്ളം. പൊടിഞ്ഞു വീഴുന്നത്. നോക്കണം കളിക്കുന്ന കൊറേ ആൾക്കാര് ഇവിടെ പാർക്ക് ചെയ്തിട്ട് മഞ്ഞില് കളിക്കുന്ന. അതെ, ഇവിടെയൊക്കെ നിറയെ ടൂറിസ്റ്റുകളാണ്. ഐസിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞിലൊക്കെ ഒന്ന് കളിച്ചിട്ട് തിരിച്ചു പോവാം. അപ്പൊ ഇവരൊക്കെ ചിലപ്പോ തിരിച്ചു പോവാൻ, ഇവിടുന്ന് കളിച്ചിട്ട് തിരിച്ചു പോവാന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് ഇനി കാർഗിൽ എത്തണം. സമയം ഇവിടെ 8:30 കാണിക്കുന്നത് എത്താൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്, ഈടാവുന്നതിന്റെ മുമ്പേ. അവിടെ എന്തോന്ന് കാണുന്നുണ്ട്. 11,000 feet. നടക്ക്.
11,649 border roads organization. വാവ് സൂപ്പർ. അതിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വാവ് സൂപ്പർ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പാസിലെത്തി, സോജില പാസ്. 11,649 ഫീറ്റ്. ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ 4 ചാടി കയറി നിന്ന് കേട്ടോ. അത് ഏട്ടൻ ഫോട്ടോ എടുത്ത് തന്ന്. പിന്നെ കഴിഞ്ഞ ഏട്ടനെയും നിർത്തി ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഇപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാം. ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ദൂരം വന്ന് ആദ്യത്തെ ഒരു പാസിൽ കടന്ന് അവിടെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ല എന്താണ് അത്രയും സന്തോഷം. അത്രയും ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെയല്ലേ വന്നത്, നല്ല ഹൈറ്റിലൂടെ ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെയും ഞങ്ങൾ യാത്ര തുടങ്ങി. ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റ് ഉണ്ടെന്നൊന്നും പറയില്ല കേട്ടോ. അത്രയും നല്ല പരന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് സൈഡിലൊക്കെയാണ് കുന്നും മലയും വലിയ വലിയ മലകളും. ഇതാണോ കാണണമെന്ന് പറഞ്ഞത്? ഇതാണോ സോജില പാസ്? നമ്മൾ അവിടെ ഏറ്റവും ഹൈയസ്റ്റ് എടുത്തില്ലേ? ഇവിടെയൊക്കെ മറ്റേ വെള്ളം നല്ലോണം കുത്തി ഒഴുകി പോകുന്ന, ഐസൊക്കെ കുത്തി ഒഴുകി പോകുന്ന സ്ഥലമാണ് അവിടെയൊക്കെ താഴെ. അതെ, നമ്മള് സൂക്ഷിച്ചു പോവാ. ഇതാണ് ഗോൾഡൻ കളറിൽ കിടക്കുന്ന മലകൾ, വെയിലടിച്ചിട്ട് മഞ്ഞുമല തിളങ്ങി നിൽക്കുന്നു. 6:20 സമയല്ലേ? നമ്മളെ വീഡിയോ എടുത്ത നമുക്കൊക്കെ ഇവിടെ ഓരോ സ്ഥലം വെച്ചിട്ടുണ്ട് കല്ലുകളും കൊണ്ടേ. ഇത്ര ഏരിയ, ആ ഏരിയയിൽ ആളുകൾ ആടിനെ ആക്കിയിട്ട് മൂടിയിടുകയാണെന്ന് തോന്നുന്നു. ഈ മിലിറ്ററിക്കാരെ ക്യാമ്പ്. ഒരു ക്യാമ്പാണിത്, മാച്ചോ ക്യാമ്പ്. വെയിലടിച്ചിട്ട് ഗോൾഡൻ കളറായി കിടക്കുകയാണ്. ബാക്കി ഭാഗത്തൊക്കെ ഷെയ്ഡും, അവിടെ മാത്രം ഗോൾഡൻ കളർ. ഇവിടെ കുറേ റൈഡേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇതേപോലെ ആട്, ചെമ്മരിയാടുകളൊക്കെ ഇപ്പൊ ഇവിടെയാണെന്ന്. ഇവിടെ ആറ്റുങ്ങളെ ടെന്റ് അടിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചതാന്ന് തോന്നുന്നു. സോജില ടണൽ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. സോജില ടണൽ പ്രോജക്റ്റ്. ആ, പക്ഷെ ടണൽ പ്രോജക്റ്റില് ആയിരിക്കും. കുതിരേനെ മേയ്ക്കുന്ന ഒരാള് 6 മാസം കഴിയുമ്പോ ഏപ്രിലിൽ തുറന്നിട്ട് മീനായി ബ്രിഡ്ജ്. വെള്ളം കുത്തി ഒഴുകി വരുന്നുണ്ട്. നിറയെ ചെമ്മരിയാടുകളാണ്. എത്രയാ ഉള്ളത്? 5000. ചെമ്മരിയാടുകളെ മേയ്ക്കാൻ നടക്കുന്ന കുറേ, അവിടെ മുകളിലൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. നിറയെ ആടുകളാണ് മുകളിലൊക്കെ. സോജില പാസ് കഴിഞ്ഞപ്പോൾ പിന്നെ നിറയെ ചെമ്മരിയാടുകൾ കുറേ ഉണ്ടായിരുന്നു മേഞ്ഞ് നടക്കുന്നത്. കുറേ ഉണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ ഒരാളാണ് അതിനെ മൊത്തം കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഓരോരോ ഏരിയയിലെത്തുമ്പോൾ ഓരോരോ ആൾക്കാർ ഇതേപോലെ മലയുടെ മുകളിലൊക്കെ ടെൻ്റ് അടിച്ചിട്ടൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. ആടുകളെ മേയിച്ചിട്ട് ഉള്ളവരൊക്കെയാണ്, അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ ഒരു വഴി പോകുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. ഭംഗി, ആ മലകളിലൊക്കെ ഒരു സൈഡിൽ വെയിൽ അടിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ പോലെയാണ് മലയൊക്കെ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനത്തെ ബ്രിഡ്ജൊക്കെ അല്ലേ അധികം കാണും നമ്മള്. ഇങ്ങനത്തെ ബ്രിഡ്ജ് കുറേ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതേപോലത്തെ ബ്രിഡ്ജ്, ഇതേപോലത്തെ സ്ഥലങ്ങളും. അതൊക്കെ നമ്മൾ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു അനുഭവമാണ് നമുക്ക്. എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമൊക്കെ. ഓരോ സ്ഥലങ്ങളും ഓരോ പോലെയാണ് കാണാൻ. നല്ലൊരു സ്ഥലം. പച്ചപ്പ് അങ്ങനെ നിറയൊന്നും ഇല്ലെങ്കിലും ഈ മഞ്ഞും മലയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയുന്ന പോലെ.
അപ്പോൾ ഇതേ വെൽക്കം ടു ഇവിടെ കാർഗിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടേക്ക് കുറേ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ റൈഡേഴ്സാണ്, അധികം റൈഡേഴ്സാണ്. അവരൊക്കെ വാടകയ്ക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. കുറേ പേരുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും അവിടെ നിർത്തി. എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. അവിടെ എന്തായിരുന്നു? അവിടെയോ? അവിടെ വണ്ടി നമ്പരും എത്ര ആളുണ്ട്. ഓ ശരി, അതവിടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാനോ? നമ്മുടെ വണ്ടി നമ്പർ മലകൾ. ഇവിടെ എത്തിയപ്പോ കുറച്ച് വീടുകൾ പോലെയൊക്കെ കാണും. ചിലപ്പം വില്ലേജ് മാട്ടിയാൻ, കുറെ ബഡ് ജനറൽ സ്റ്റോർ, കുറെ കടകളും പിന്നെ ഹോം സ്റ്റേ പോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ, ഗസ്റ്റ് ഹൗസ് ഒക്കെ പോലത്തെ ഒക്കെ ആയിരിക്കും. കുറെ കാണുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ. ഇപ്പം അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. അത് ദൂരെ നോക്ക്, അവിടെ ഒരു കട്ടിയുള്ള ഒരു പാറകളാണ്. അതിൻ്റെ സൈഡിൽ കൂടെ മണൽ പോലിച്ച പോലെ കുറേ മണൽ ഉണ്ട് അവിടെ സൈഡിൽ കൂട്ടിയിട്ട പോലെ കിടക്കുന്നത്. ഓരോ മലകളും ഓരോ പോലെ കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ കല്ലൊക്കെ ഉരുളൻ കല്ലുകളും പല വിധം അതിലൂടെ പുഴ ഒഴുകുന്നുണ്ട്. മലകൾ മുകളിൽ, മഞ്ഞുമല വേറെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇതിലെ പോകുമ്പോഴുള്ള ഒരു അനുഭവം. ഈ പുഴയാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒന്നും നിർത്തിയിട്ടില്ല, ലേറ്റ് ആയതുകൊണ്ട് വേഗം പോവുകയാണ്. ഇവിടുത്തെ ഭംഗികളൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് ആസ്വദിച്ച് അങ്ങനെ പോവുക. ബാക്കിലെ വ്യൂ കണ്ടോ? ഞങ്ങൾ പോകുമ്പോൾ ഞാൻ സൈഡിൽ കൂടെ ബാക്കോട്ട് എടുത്തതാണ്. എന്ത് രസമാണെന്നറിയാം ഇവിടെ കാണാൻ. നമ്മൾ ഈ ഫോണിൽ കാണുന്ന എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നമുക്ക് തീരെ അറിയുന്നില്ല. അത്ര ഭംഗി തോന്നില്ല എനിക്കിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുമ്പോഴേ. അതിലും ഭംഗിയായിരുന്നു നമ്മൾ ആ നേരിട്ട് കാണുമ്പോഴുള്ളൊരു അനുഭവം. ഇതാ സൈഡിൽ കൂടെയൊക്കെ ആടുകൾ, ചെമ്മരിയാടുകളൊക്കെ ഉണ്ട്. പിന്നെ അതേ റൈഡേഴ്സ് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ മലയുടെ മുകളിലാണെങ്കിലും കുറേ ആടുകളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രോ ഇവിടെ ഉണ്ട് കേട്ടോ, മുസ്താഖ് ബ്രോ മുന്നിൽ പോകുന്നുണ്ട്. വെയിലടിച്ച മലകളൊക്കെ നല്ല ഗോൾഡൻ കളറും ബാക്കി ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത്. പെട്രോൾ പമ്പ് കണ്ടപ്പം അവർ അവിടുന്ന് പെട്രോൾ അടിച്ചു. ഞങ്ങൾ പിന്നെ ഡീസൽ നേരത്തെ അടിച്ചതുകൊണ്ട് അവിടുന്ന് എന്തായാലും അടിച്ചില്ല. പിന്നെ ബാത്റൂമിലൊക്കെ പോകാണ്ടായതുകൊണ്ട് എല്ലാവരും ഒന്ന് ബാത്റൂമിലൊക്കെ പോയി. പിന്നെ നേരെ പിന്നെയും യാത്ര തുടങ്ങുക കേട്ടോ. അപ്പം മലയുടെ സൈഡിൽ കൂടെ ഇനിയിപ്പോൾ മല കയറുകയാണോ ഇറങ്ങുകയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ഇറക്കാട്ടോ വരുന്നത്. ഞങ്ങൾ പിന്നെ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി വേറെ എവിടെയും നിർത്താൻ പറ്റുമോ ഒന്നും ഒരു ഐഡിയ ഇല്ല. വഴികളൊന്നും നമുക്ക് അധികം പരിചയമില്ലല്ലോ. അപ്പോൾ ഇരുട്ടാവുന്നതിൻ്റെ മുമ്പേ എന്തായാലും നമുക്ക് കാർഗിൽ എത്തണം. അതാണ് മെയിൻ ലക്ഷ്യം ഇനി ഞങ്ങൾക്ക്. ദൂരെ വരെ മലകൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ചില സ്ഥലങ്ങൾ പച്ചപ്പുണ്ട്, ചില സ്ഥലങ്ങൾ ഒന്നുമില്ല, മണൽ പോലത്തെ സ്ഥലങ്ങളാണ്. മലകൾ ചില സ്ഥലത്ത് പാറകളുണ്ട്, ചില സ്ഥലത്ത് അതുമില്ല. അങ്ങനെ പല വിധത്തിലുള്ള മലകളാണ് കാണുന്നത്. പിന്നെ സൂര്യൻ അസ്തമിക്കാനായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണാൻ. ഇതാ ഈ സൈഡിലൂടെ ഒഴുകുന്നില്ലേ, അത് ദ്രാസ് നദിയാണ്. അപ്പോൾ ആ നദിയുടെ സൈഡിലായിട്ടുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം സൈഡിലുള്ള ആ നദിയുടെ വ്യൂവും കാണാം. പിന്നെ അതേപോലെ ഈ മലയുടെ താഴത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു അനുഭവമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇപ്പം മുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പേടി. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇത്രയും ഹൈറ്റിലുള്ള സ്ഥലത്ത് കൂടെ അല്ലേ പോകുന്നത്. താഴോട്ട് നോക്കുമ്പോൾ അങ്ങ് ദൂരെ എങ്ങാനും ഒരു നദി ഒഴുകുന്ന പോലെ കാണുന്നുള്ളൂ. സോജില പാസിലൊക്കെ അങ്ങനെയായിരുന്നു അവസ്ഥ. അത്രയ്ക്കും ഹൈറ്റിലായിരുന്നു അതൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇത് പിന്നെ താഴെക്കൂടി ആയതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വല്ല കല്ലുകളൊക്കെ വീഴുവാണെങ്കിൽ അതേ ഉള്ളൂ പേടി. കാരണം ഈ പാറയൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. ചിലത് ഒക്കെ ഉറപ്പില്ലാത്ത പോലെയാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വല്ലതും ഇപ്പോൾ വീഴുന്നുള്ളൊരു അവസ്ഥയിലൊക്കെ കേട്ടോ. അപ്പോൾ ദേ അവിടെ ദൂരെ കണ്ടില്ലേ ആ മല നോക്ക്, അത് വേറെ ഒരു രീതിയിലുള്ള മല കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ കണ്ട നിറയെ ആട്ടിടയന്മാരാണ് ആ സൈഡിലൊക്കെ ഉള്ളത്. അവർ ഈ ടെന്റ് പോലെ അടിച്ചിട്ട് അവിടെ താമസിക്കുകയാണ് ഇരിക്കും. ആളുകളൊക്കെ അവിടെ മുകളില് അത് ആടിനെ മേയ്ക്കാൻ വന്ന ആട്ടിടയന്മാരൊക്കെയാണ് ഇവിടെ ഈ ഒരു ടെന്റ് ഒക്കെ വെച്ചിട്ട് താഴെ നിൽക്കുന്നത്. ഇതെന്താ ഇവിടെ ആർമീന്റെ എന്തോ ആണല്ലേ, ക്യാമ്പാണ് ഇവിടെ. ആർമീന്റെ. നമ്മളിപ്പോൾ ദ്രാസിലേക്ക് കടക്കാൻ പോവാ അല്ലേ. ദ്രാസ്. മക്കളൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങി. അയാൻ മാത്രം എണീറ്റിരിക്കുന്നുണ്ട്. ദ്രാസ് ബ്രിഡ്ജാണത്. ദ്രാസ് ബ്രിഡ്ജ്.
ഈ മലകളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. മഞ്ഞുമലകൾ. ഇനി അടുത്തതായിട്ട് കയറാനുള്ള മഞ്ഞുമലകളാണ് ഈ നിരന്ന് നിൽക്കുന്നത്. അപ്പം ഏകദേശം ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ തീരുമാനമായി, നമുക്ക് എന്തായാലും കാർഗിൽ മെമ്മോറിയൽ കാണാൻ പറ്റൂല. അപ്പം ദ്രാസ്, വെൽക്കം ടു ദ്രാസ്, ദ ഗേറ്റ് വേ ടു ലഡാക്ക്. നമ്മളവിടെ ദ്രാസിലേക്ക് കടന്നിട്ടുണ്ട്. ഇതൊരു ടൗൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട്. കാർഗിൽ മെമ്മോറിയലിലേക്ക് പോവാണ്. അവിടെ കുറച്ച് പേരെ ആയിട്ട് കടത്തി വിടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് പോയി നോക്കാം എന്തായാലും. വിസിറ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറേ പേരുണ്ട് കേട്ടോ അതവിടെ നിൽക്കുന്ന. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുറമെന്ന് എന്തായാലും നമ്മളെ കടത്തി വിട്ടിട്ടുണ്ട്. ഉള്ളോട്ടേക്ക് പോകാൻ കഴിയില്ല, നമ്മളിവിടെ നിന്ന് പുറത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് ദ്രാസിലെ ഇന്ത്യൻ ആർമി നിർമ്മിച്ചതാണ്. മരിച്ചുപോയ ജവാന്മാർ, അതായത് 1999 കാർഗിൽ വാറിൽ മരിച്ച, ഓപ്പറേഷൻ വിജയിൽ മരിച്ച ജവാന്മാർക്ക് ഒരു ഹോണർ എന്നുള്ള രീതിയിൽ നിർമ്മിച്ചതാണ് ഈ ഒരു കാർഗിൽ വാർ മെമ്മോറിയൽ. ഇവിടെ അങ്ങ് ദൂരെയായിട്ട് ഒരു അമർ ജവാൻ ജ്യോതി ഉണ്ട്. അത് ഫുൾ ടൈം കത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഈ കാർഗിൽ വിജയ് ദിവസ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് ജൂലൈ 26-നാണ്. എന്തായാലും ഉള്ളിൽ കുറച്ചൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരിക്കുക കേട്ടോ. നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ടതിന് ശേഷം പോവാണ്. നേരെ കാർഗിലിലേക്കാണ് പോകുന്നത്. ലേറ്റ് ആയിട്ടുണ്ട്, 8 മണിയായിട്ടുണ്ട് സമയം. അപ്പം നമ്മൾ കാർഗിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റൂമൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഈ വെള്ളമൊക്കെ നല്ലോണം ഒഴുകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ചിലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3100 രൂപയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമൊന്നും തിരഞ്ഞ് നടക്കാനുള്ള സമയമില്ല. പിന്നെ കിട്ടിയ റൂം എടുത്തു. 3 റൂമിന് 2000 രൂപയാണ് റെൻറ്റ് വന്നിരിക്കുന്നത്. കുറച്ച് മോശം റൂം തന്നെയാണ് കേട്ടോ. പിന്നെ വേറെ തിരഞ്ഞെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതന്നെ എടുത്ത് വേഗം പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. കുളിക്കാനൊന്നും നിന്നില്ല ആരും. പിന്നെ പിറ്റേന്ന് രാവിലെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.